താലി. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. മുഖത്തേക്ക് വെളിച്ചം തുളച്ചു കയറുമ്പോൾ മാത്രമാണ് അവൻ കണ്ണു തുറന്നത്. പക്ഷെ അപ്പോഴും ഇമകൾ തുറക്കാൻ വല്ലാതെ മടിച്ചു. സൂചിമന പോലെ വെയിൽ കണ്ണിനുള്ളിലേക്ക് കുത്തിക്കയറി. ഇടം കൈയാൽ മുഖം മറച്ച് എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും ഊന്നി നിർത്തിയ കൈ വലങ്കാറ്റിലേക്ക് വീണു. തല പൊട്ടിപ്പിളർക്കുന്നുണ്ട്. ഇന്നലെ എവിടെന്ന് വന്നു ഷെൽഫിൽ ഒളിപ്പിച്ച കുപ്പി എടുത്തത് മാത്രം ഓർമ്മയുണ്ട്. അവൻ ഇരു കൈകളും തലയിൽ താങ്ങി കട്ടിൽ തന്നെ ഇരുന്നു. മോള്. പെട്ടെന്നാണ് കുഞ്ഞാറ്റിയുടെ മുഖം അവന്റെ ഓർമ്മയിലേക്ക് വന്നത്. ഭഗവാനെ, എന്റെ കുഞ്ഞ്! ദേവ, അവൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്തു കാണും? പിടന്നെഴുന്നേറ്റവൻ പുറത്തേക്ക് പാഞ്ഞു. ഇടയ്ക്കൊന്ന് സ്റ്റെപ്പിൽ നിന്നും കാലിടറി മുട്ടിടിച്ചെങ്കിലും അത് കാര്യമാക്കാതെ അവൻ താഴേക്കോടി. ശ്രീകുട്ടാ! പാഞ്ഞു പിടിച്ച് മുൻവാതിൽ എത്തിയവനെ ആ വിളി പിടിച്ചു നിർത്തി. അച്ഛൻ! അച്ഛൻ, ഞാൻ ഇപ്പൊ വരാം. ബാക്കി പറയാതെ പോകാൻ നോക്കിയവനെ നീലൻ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് നടന്നു. അച്ഛാ, അച്ഛനിത് എന്താ കാണിക്കുന്നേ? ദേഷ്യം നിറഞ്ഞൊരു നോട്ടം കിട്ടിയതും ഒന്നും മിണ്ടാതെ ശ്രീ അച്ഛനൊപ്പം നടന്നു. മുറിയിലേക്ക് എത്തിയതും അയാൾ അവനെ പിടിച്ച് ഡ്രസ്സിംഗ് കബോർഡിന് മുന്നിലായി നിർത്തി. നോക്കട കണ്ണാടിയിൽ, ഇതാണോ നീ? അലർന്ന പോലെ അയാൾ ചീറി. ശ്രീ അയാളുടെ ഭാവത്തിൽ വിരണ്ടുപോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെ നോക്കാൻ. ശ്രീ തന്റെ പ്രതിബിംബത്തിലേക്കൊന്ന് നോക്കി. ഇത്രയും നേരത്തെ ഉറക്കം കൊണ്ട് കണ്ണുകളൊക്കെ വല്ലാതെ വീർത്തിരിക്കുന്നു. ഒരുമാതിരി നീര് പിടിച്ച പോലെ മുഖമെല്ലാം കടുത്തിട്ടുണ്ട്. നീട്ടി വളർത്തിയ താടി അലങ്കോലമായി ആകെ വികൃതമായ കോലം. ഇട്ടിരുന്ന ഷർട്ടിന്റെയും മുണ്ടിന്റെയും അവസ്ഥ പിന്നെ പറയാനുണ്ടോ? ശ്രീക്ക് സ്വയം നാണക്കേട് തോന്നി. അവന്റെ മുഖം താന്നു. എന്താടാ, സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കാൻ സാധിക്കുന്നില്ലേ? നീലൻ അവനെ തന്റെ നേരെ പിടിച്ചു നിർത്തി. അച്ഛാ, സോറി. പറഞ്ഞു തീരുകയും അയാളുടെ കയ്യവന്റെ കവളിൽ പതിച്ചു. ശ്രീ പുറകിലേക്ക് വേച്ചുപോയി. ആദ്യമായാണ് മക്കള് തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണമെന്ന് അങ്ങനെ വിളിച്ചു പഠിപ്പിക്കാൻ തന്നെയാണ് എന്റെ അച്ഛനും അമ്മയും എന്നെ വിളിച്ചു പഠിപ്പിച്ചത്. പക്ഷേ നീ എന്നെ കൊണ്ടത് തെറ്റിച്ചു. നിങ്ങളെ വളർത്തുമ്പോഴും ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ മുതൽ മകനേക്കാൾ ഉപരി സുഹൃത്തായ ശ്രീ നിന്നെ ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെയാ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരങ്ങളിലൊക്കെ നീ എന്ന വ്യക്തിക്ക് ബഹുമാനം നൽകി നിനക്കൊപ്പം ഞാൻ നിന്നത്. പക്ഷെ നീ ഇന്നലെ ചെയ്തതിന് എന്ത് കാരണം പറഞ്ഞാലും എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല ശ്രീ. അച്ഛാ, നീ ഒന്നും പറയണ്ട ശ്രീ. അച്ഛാ, വേണ്ട ശ്രീ. ഞാൻ തോറ്റുപോയൊരച്ഛനാണ്. ഇന്നലെ കൊണ്ട് ഞാനൊരു പരാജയമാണെന്ന് എന്റെ മോൻ എനിക്ക് കാണിച്ചു തന്നു. നീലന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കണ്ണുനീര് തന്നെ പൊള്ളിക്കുന്ന പോലെ തോന്നിയവന്. താൻ കല്യാണം വേണമെന്ന് വാശി പിടിച്ചപ്പോഴോ ബന്ധം എന്നേക്കുമായി പിരിഞ്ഞപ്പോഴോ അച്ഛൻ തന്നെ കുറ്റം പറയുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല. ആ മനുഷ്യനാണ് ഇന്ന് ഇത്രയും തകർന്ന് കണ്ണുകൾ നിറഞ്ഞ തന്റെ മുന്നിൽ. ശ്രീ കൈകൂപ്പി അയാളുടെ കാൽമുട്ടിന് താഴെ പടച്ചിരുന്നു. സ്വന്തം കുഞ്ഞിനെ പോലും മറന്ന് മദ്യത്തിൽ അഭയം നേടാൻ പാകത്തിൽ എന്ത് ദുഃഖമാ ശ്രീ നിന്റെ ജീവിതത്തിൽ ഇനി ബാക്കി? പറയുന്ന ഓരോ വാക്കിലും ഒരു തുള്ളി കണ്ണുനീർ അവന്റെ കൈകളിൽ മുകളിൽ വീഴുന്നുണ്ടായിരുന്നു. ആ സമയമെല്ലാം അയാളുടെ മനസ്സിൽ തലേന്ന് മുറിയിലേക്ക് കയറി വരുമ്പോൾ വായിലേക്ക് മൊത്തത്തിൽ കുപ്പി കമഴ്ത്തുന്ന മകന്റെ രൂപമായിരുന്നു. അച്ഛാ! അച്ഛന്റെ മോൻ എവിടെയാ കാലിടർന്നത്? ഈ തവണ തന്റെ മടിയിലേക്ക് ചാഞ്ഞ മുടിയിഴകളിൽ കൈ കോതിയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ചോദ്യം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ ഇന്നലത്തെ കാര്യം മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു. നീലന് തന്റെ മകന്റെ അവസ്ഥയിൽ സങ്കടം തോന്നി, ഒപ്പം വല്ലാത്ത സഹതാപവും. ശ്രീമോനെ! ആ കാൽപാദം കെട്ടിപ്പിടിച്ചു തരുന്നതല്ലാതെ അവൻ മുഖം ഉയർത്തിയില്ല. ഇനിയും വിളിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ടാകും അയാൾ ആ കൈ ബലത്തിൽ വിടിവിച്ച് അവനൊപ്പം നിലത്തേക്കിരുന്നത്. ശ്രീ, നേരെ ഇരുന്നേ. ഡാ! അവൻ മുഖമുയർത്തി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുടൊപ്പം ചടച്ച രൂപം. നീലന്റെ ഹൃദയം വിങ്ങി. നീ എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് വാ, അച്ഛന് സംസാരിക്കാനുണ്ട്. അവൻ അങ്ങനെയേ നോക്കിയിരുന്നു. എഴുന്നേൽക്ക് മോനെ, പോയി ഫ്രഷായിട്ട് വാ, ചെല്ല്. മുഖത്തൊരു പുഞ്ചിരി വിരിയിച്ച് അയാൾ പറഞ്ഞതും അവൻ പതിയെ എഴുന്നേറ്റു. അച്ഛാ! ബാത്റൂമിലേക്ക് നടക്കവേ അവൻ വിളിച്ചു. അച്ഛനുണ്ടിവിടെ, ചെല്ല്. നീലന്റെ പുഞ്ചിരി അവനിലും ആശ്വാസം നൽകി. കുളിച്ച് പുറത്തിറങ്ങുമ്പോൾ അച്ഛനെ കാണാത്തതുകൊണ്ട് തന്നെ അവൻ ഡ്രസ്സ് ചെയ്ത് താഴേക്കിറങ്ങി. നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ആഹാരം എടുത്തു വെക്കുന്നു. ആഹാ, ഇത്രയും പെട്ടെന്ന് കുളിയും തേവാരമൊക്കെ കഴിഞ്ഞോ നിന്റെ? അച്ഛാ, മോള്, ദേവ, അവരൊക്കെ? അവന്റെ ശബ്ദം താഴ്ന്നു. അവരൊക്കെ അപ്പുറത്തുണ്ട്. നീ ആദ്യം കോഫി കുടിക്ക്.
നിന്റെ കെട്ടൊന്നിറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അച്ഛാ, നീ ആദ്യം എന്തെങ്കിലും കഴിക്കേണ്ട ശ്രീകുട്ടാ. കവിളൊന്ന് തട്ടി നീലൻ മുന്നിലിരിക്കുന്ന പാത്രത്തിലേക്ക് അവന്റെ ശ്രദ്ധ ക്ഷണിച്ചു. ഇടിയപ്പവും മുട്ടക്കറിയും. ഉണ്ണുന്ന നേരമായി. ഇവിടെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നോക്കിയിരിക്കുന്നതേ ഉള്ളൂ. വേഗം കഴിയണ്ട ചെക്കാ. മുന്നേ കണ്ട ഭാവമല്ലായിരുന്നു അപ്പോൾ. അച്ഛൻ ചിരിച്ചുകൊണ്ടാണ് ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതുമെല്ലാം. പക്ഷെ ആ മനസ്സിലെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. ശ്രീ പലവിധ ചിന്തകളോടെ കഴിച്ചെഴുന്നേറ്റു. തലവേദനയുണ്ടോടാ? നെറ്റിയിൽ കൈയമർത്തി കസേരയിലിരിക്കുന്നവന്റെ അടുത്തേക്ക് നീലൻ വന്നിരുന്നു. ചെറുതായി. നീ ഡ്രിങ്ക്സ് കഴിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ബോധം നഷ്ടപ്പെടുന്ന പോലെ. അയാൾ ഒന്ന് നിർത്തി. സങ്കടം കൊണ്ടാകും ശബ്ദവും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, പെട്ടെന്ന് അവളെ വീണ്ടും കണ്ടപ്പോൾ പഴയതൊക്കെ. നീ ഇപ്പോഴും സ്നേഹയെ ഇഷ്ടപ്പെടുന്നുണ്ടോ ശ്രീ? നോ, നെവർ. ശ്രീ ചാടി എഴുന്നേറ്റു. ഉറപ്പാണോ? അച്ഛനെന്താപ്പോ ഇങ്ങനൊരു സംശയം? അല്ല, നിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ അറിയാതെ ചോദിച്ചു പോകുന്നതാണ് ശ്രീ. അച്ഛാ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ശ്രീ. അയാൾ അവനെ കൈയെടുത്ത് വിലക്കി. നീ പറയുന്നു നിനക്കവളെ ഇഷ്ടമല്ലെന്ന്. അങ്ങനെയെങ്കിൽ ഒരു ബന്ധവുമില്ലാത്തവളുടെ പ്രവൃത്തികൾ പിന്നെ നിന്നെ എങ്ങനാടാ ഇത്രയും ബാധിക്കുന്നത്? ശ്രീക്ക് അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. നോക്ക് ശ്രീകുട്ട, അവളുടെ ഒരുപാട് ഓർമ്മകൾ നിനക്കുള്ളിൽ ഉണ്ടാകുമെന്ന് അച്ഛനറിയാം. പക്ഷെ അതിനെയൊന്നും നിന്റെ ഭാവിയെ നശിപ്പിക്കാനുള്ള കാരണമാക്കരുത് നീ. അവളാണ് നിന്നെ ഉപേക്ഷിച്ചു പോയത്, അല്ലാതെ നീയല്ല. അതാദ്യം നീയൊന്ന് മനസ്സിലാക്ക്. ലോകത്ത് ഏതൊരു വ്യക്തിക്കും സാധിക്കുന്ന കഴിവിന്റെ പരമാവധി താഴ്ന്നുകൊണ്ട് നീ അവളെ ഒപ്പം പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് മോനെ. അങ്ങനെയുള്ളപ്പോ നിന്റെ ഉള്ളിൽ കുറ്റബോധത്തിന്റെ ഒരു ചെറിയ കണിക പോലും ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ശ്രീ, നീ കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്നവനാണ്, അവർക്ക് മാതൃകയാകേണ്ടവൻ. നീ ഇന്നലത്തെ നിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീ മുഖം താഴ്ത്തി. നമ്മളെ തഴഞ്ഞു പോയവരെ മറന്നു കളയാൻ പഠിക്കും മോനെ. അല്ലാതെ അവരെക്കുറിച്ച് ചിന്തിച്ച് നശിപ്പിക്കാനുള്ളതല്ല ഇനിയുള്ള നിന്റെ ജീവിതം. പഴയ ഓർമ്മകളെയെല്ലാം ഉപേക്ഷിച്ച് അവിടെ പുതിയ സന്തോഷങ്ങളെ ഉണ്ടാക്കാൻ ശ്രമിക്കു ശ്രീ. ഇപ്പൊ നിന്റെ മുന്നിൽ പുതിയൊരു ജീവിതം കാത്തുകിടപ്പുണ്ട്. അതിൽ മിത്തുണ്ട്, മോളുണ്ട്, അവർക്കൊപ്പമുള്ള നല്ലൊരു നാളെയുമുണ്ട്. നീ അതിൽ നിന്നെ എൻഗേജ് ചെയ്യാൻ ശ്രമിക്ക്. അല്ലാതെ ഇതുപോലുള്ള സില്ലി കാര്യങ്ങൾ പൊക്കിപ്പിടിച്ച് നടക്കാതെ. ഞാൻ പറയുന്നത് മോന് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ശ്രീ, ഒരു കാര്യം കൂടെ. എന്താച്ചാ? നിനക്ക് ഇടയ്ക്കിടെ വരുന്ന ഇതുപോലുള്ള മെസ്സേജസും വീഡിയോസും ഒക്കെ അല്ലേ നിന്റെ ഈ ഇറിറ്റേഷന് പിന്നിലുള്ള കാരണങ്ങൾ? അതെന്തുകൊണ്ടാണെന്ന് നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത് നിനക്കറിയോ? ഇല്ലെന്ന് അവൻ തലയാട്ടി. നീ അതിൽ നിന്നുമൊക്കെ ഓടി ഒളിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നെ അതെല്ലാം ഹോണ്ട് ചെയ്യുന്നത്. മറിച്ച് നീ അതിനെയൊക്കെ കണ്ടിട്ട് ലെറ്റ് ഇറ്റ് ബി എന്നൊരു രീതി സ്വീകരിച്ചേ. അപ്പോ ഇതൊന്നും നിന്റെ തൊലിപ്പുറത്ത് പോലും ബാധിക്കില്ല മോനെ. ശ്രീ അയാളെ കേട്ടിരുന്നു. അതുപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ മെയിൻ ചെയ്യുന്നതാണോ അവളുടെ രീതി? കൂടുതലും അങ്ങനെയാണ്. നിനക്കറിയാമല്ലോ അവളുടെ ID, അല്ലേ? അതച്ഛാ, പലപ്പോഴും പലതാണ്. ഓക്കെ, പക്ഷെ അവളെ റീച്ച് ചെയ്യാൻ സാധിക്കുന്ന ഏതെങ്കിലുമൊക്കെ മെയിൽ ID നിനക്കറിയാമല്ലോ, അല്ലേ? അത് കേട്ടതും അയാളുടെ കണ്ണൊന്ന് വിടർന്നു. എന്താച്ചാ? അതൊക്കെയുണ്ട്. നീ പോയി നിന്റെ ലാപ്പ് എടുത്തിട്ട് വാ. കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവൻ അയാൾക്ക് മുന്നിൽ ലാപ്പ് ഓപ്പൺ ചെയ്തു വെച്ചു. അവളുടെ ID എടുത്തല്ലോ, അല്ലേ? ഇല്ലെന്ന് പറഞ്ഞിട്ടവൻ പെട്ടെന്ന് അത് ടൈപ്പ് ചെയ്ത് മുന്നിലേക്ക് വെച്ചു കൊടുത്തു. നീലൻ ഏകദേശം 5 മിനിറ്റ് എടുത്തു അതിൽ. പിന്നെ അവന് നേരെ തിരിച്ചു. അച്ഛാ, ഇത് നിന്റെ കല്യാണ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ. അവൾക്ക് മാത്രമല്ലല്ലോ ശ്രീ, നമുക്കും ഇതൊക്കെ അയക്കാൻ അറിയില്ലേ? ഒരു കുറുക്കന്റെ കൗശലത്തോടെ അയാൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. ഞങ്ങൾ പട്ടാളക്കാർക്കൊരു ശീലമുണ്ട് മോനെ. അക്രമങ്ങൾ സഹിക്കില്ല. എന്തേലും ഉണ്ടായാൽ അപ്പൊ തന്നെ മറുപടി കൊടുക്കും. അതുപോലെ ഒരു പണി ഇങ്ങോട്ട് വരും മുന്നേ അതിരിക്കുന്നിടത്ത് ചെന്ന് അതിനെ വേരോടെ അങ്ങ് അറുത്തു കളയും ഞങ്ങൾ. അവൻ അയാളെ ആരാധനയോടെ നോക്കി. നിന്റെ സ്നേഹവും അങ്ങനെയാണ്. അവൾ ഇത്രയും കാലം ജയിച്ചത് നീ പ്രതികരിക്കാതിരുന്നത് കൊണ്ടാ. ഇനി നീയൊന്ന് അവളെപ്പോലെ ആയിക്കേ. അവള് വാലും ചുരുട്ടി മടയിൽ കയറിയിരിക്കും. ഇത് അച്ഛന്റെ വാക്കാണ്. ഈ തവണ പുഞ്ചിരി വിടർന്നത് ശ്രീയുടെ മുഖത്തായിരുന്നു. അച്ഛൻ തല്ലിയത് മോന് നൊന്തോ? ചുണ്ടുപൊട്ടിയ മകന്റെ കവളിൽ കൈവച്ചത് ചോദിക്കുമ്പോൾ കുറച്ചു മുൻപ് കണ്ട പവറോ കാർക്കശ്യമോ ഒന്നും അയാളിൽ ഉണ്ടായിരുന്നില്ല. ഇല്ലച്ചാ, അതൊരെണ്ണത്തിന്റെ ആവശ്യം എനിക്കുണ്ടായിരുന്നു.
കൈയോടെ കിട്ടിയത് നന്നായി. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുള്ളികളെ തുടച്ചു മാറ്റിയവൻ അയാളെ കെട്ടിപ്പിടിച്ചു. പോട്ടെ. പക്ഷേ ഇന്നലെ മോൻ അവരോട് ചെയ്തത്? അറിയാം അച്ഛാ, തെറ്റാണ്. പറ്റിപ്പോയി. ഇനി ഉണ്ടാവില്ല. ഇനി ഒരിക്കലും അവരെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല. സത്യം. വാക്ക് നൽകും പോലെ അവൻ അയാളുടെ കയ്യിൽ ഒന്ന് അമർത്തിപ്പിടിച്ചു. ഞാനിന്ന് അപ്പുറത്തേക്ക് ചെല്ലട്ടെ? അമ്മയും അവിടല്ലേ? അച്ഛൻ വരുന്നില്ലേ? വരാം. നീവി ഇപ്പൊ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുണ്ണിയുടെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ. അച്ഛാ, ശ്രീകുട്ടി അവന്റെ വീട്ടിലവൾ നല്ല കുട്ടിയല്ലേടാ. ഉത്തമ ഭാര്യ, മകൾ, അമ്മ. ഇവിടെ വരുമ്പോഴല്ലേ വഴക്കും വക്കാണോ. പക്ഷേ ഇന്നലെയാണതിന്റെ ആക്കം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. തിരിച്ചവര് വന്നിട്ട് വേണം എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ. ഇന്നലത്തെ പോലൊരു ദിവസം ഇനി ഈ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാവില്ല. തീരുമാനം പോലെയാണ് അയാൾ അത് പറഞ്ഞത്. നിവിയുടെ അനിയത്തിയുടെ, അതായത് കുഞ്ഞമ്മയുടെ മോളുടെ നിശ്ചയമാണ് ഒരാഴ്ച കഴിഞ്ഞ്. അവരും നിവിയുടെ ഫാമിലിയും ഒരു വീട് പോലെയാ. അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ കുടുംബത്തിലെ എല്ലാരും അവിടെയുണ്ട്. അച്ഛാ, അവൻ വന്നാൽ ഞാൻ തിരക്കിന്ന് പറയണേ? പറയാം. നീ ചെല്ല്. എന്നിട്ട് കിട്ടുന്നതൊക്കെ കൈയോടെ മേടിച്ചോ. അവന്റെ ഒന്ന് കവളം തഴുകി തലോടി അയാൾ ചിരിച്ചു. ഇങ്ങനെ കൊലച്ചിരി ചിരിക്കല്ലേ അച്ഛാ. ഓ. അവൻ അയാളെ നോക്കി അപ്പുറത്തേക്ക് ഓടി. പിന്നെ അതിലും വേഗം തിരിച്ചു വന്നു. എന്താടാ? അത് പിന്നെ അച്ഛാ, അമ്മയ്ക്കറിയോ ഞാൻ ഡ്രിങ്ക്സ് കഴിക്കുന്നത്? തല ചൊറിഞ്ഞവൻ അയാളെ നോക്കി കുനിഞ്ഞു നിന്നു. ഇല്ല. സമാധാനമായി. ഇനി ഞാൻ എന്തേലും പറഞ്ഞ് പിടിച്ചു നിന്നോളാം. അവനൊരൊറ്റ കുതിപ്പിന് അപ്പുറം പറന്നു. ദേവി, കയ്യിലിരുന്ന ഫോൺ അയാൾ ചെവിയിലേക്ക് വെച്ചു. പതിഞ്ഞ ഒരു നിശ്വാസം അയാൾ അതിലൂടെ കേട്ടു. അവനിനി ഇങ്ങനെയൊന്നും സ്വയം വേദനിപ്പിക്കില്ലായിരിക്കും അല്ലേ ഏട്ടാ? ഇല്ലടോ, അവൻ ഇനി ജീവിച്ചോളും. ഇപ്പോ അവന്റെ ജീവിതത്തിനും ലക്ഷ്യങ്ങളൊക്കെ ആയില്ലേ? ദേവി. ആ. തല്ലിയപ്പോ അവന്റെ ചുണ്ടു മുറിഞ്ഞതോ? എന്റെ മോതിരം കൊണ്ടതാന്ന് തോന്നുന്നു. പുറത്തേക്ക് കാണില്ല. എന്നാലും അയാൾ കയ്യിൽ കിടന്ന നവരത്ന മോതിരം ഒന്ന് കറക്കി. സാരമില്ല. ഇത് കുറച്ചു മുന്നേ നൽകിയിരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു ഏട്ടാ. അതുകൊണ്ട് ഏട്ടന് സങ്കടമൊന്നും വേണ്ട. ദേവി, നീ കരയുവാണോ? ഇല്ലില്ല. എന്തേ? കണ്ണുനീർ പെട്ടെന്ന് തുടച്ചുകൊണ്ടവർ സ്വരം നേരെയാക്കി. എനിക്ക് നിന്നെ അറിയാത്തൊന്നുമല്ലല്ലോ ദേവി. അയാളൊന്ന് നിശ്വസിച്ചു. ഒരു പക്ഷേ രാവിലെ അങ്ങനെയൊക്കെ താൻ എന്നോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ മകന്റെ തിരിച്ചുവരവിനായി കാത്തിരുന്ന് അവന്റെ ജീവിതം നഷ്ടമാകുന്നത് കാണേണ്ടി വന്നേനെ എനിക്ക്. താങ്ക്സ് ഡോ. അങ്ങനെ ഒന്നുമില്ലേട്ടാ. പക്ഷേ. എന്തു പക്ഷേ? മക്കൾ എത്ര വലുതായാലും ചില നേരങ്ങളിൽ അവര് നമ്മളുടെ ചെറിയ കുഞ്ഞുങ്ങളാണേട്ടാ. ആ സമയത്ത് ചൊല്ലിപ്പഠിപ്പിക്കേണ്ടത് ചൊല്ലിയും തല്ലി പഠിപ്പിക്കേണ്ടത് തല്ലിയും തന്നെ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. അപ്പോഴേ നമ്മളൊക്കെ ശരിക്കും അവരുടെ അച്ഛനും അമ്മയും ആകുകയുള്ളൂ. ശരിയാടോ. ഇവിടെ ഇപ്പോ ശ്രീകുട്ടന്റെ കാര്യത്തിൽ അത് ഏട്ടനെ കൊണ്ടേ പറ്റുള്ളായിരുന്നു. അതാണ് ഞാൻ. മനസ്സിലായടോ. ദേവി. എന്തോ? നീ ഒരു നല്ല അമ്മയാണ് കേട്ടോ. അതിലും നല്ല ഭാര്യയും. അത് കേൾക്കെ പുഞ്ചിരിയോടെ അവർ ഫോൺ കട്ട് ചെയ്തു. ശ്രീ ഇപ്പുറത്തെത്തിയതും ചെന്ന് ചാടിയത് ദേവൂട്ടന്റെ മുന്നിലാണ്. എങ്ങനെയുണ്ടേട്ടാ? ഇപ്പൊ കുറവുണ്ടോ? കുറവോ? എന്ത്? ഗുളുഗുളു. ഗുളുഗുളുവോ? വയറ്റിളക്കം. അതിന്റെ ഈ കോടാണ് ഈ ഗുളുഗുളു. അവൻ വെളുക്കെ ഒന്ന് ചിരിച്ചു. ഗുളുഗുളു വയറ്റിളക്കം. ആർക്ക്? ശ്രീ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. എന്റെ ശ്രീയേട്ടാ, ഒച്ച വെച്ച് നീ എല്ലാരെയും അറിയിക്കല്ലേ. ചേച്ചി എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ. എന്ത്? അത് പിന്നെ ഏട്ടൻ രാത്രി മുഴുവനും ബാത്റൂമിലായിരുന്നെന്നും രാവിലെ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് ഗുളിക കഴിച്ചതിന് ശേഷമാണ് ഒന്ന് കിടന്നതെന്നുമൊക്കെ ചേച്ചി പറഞ്ഞു. അതുകൂടാതെ ഉറങ്ങുന്ന ഏട്ടനെ ശല്യം ചെയ്യേണ്ടെന്ന് ചേച്ചി എടുത്തു പറഞ്ഞു. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങോട്ട് കയറി വരാഞ്ഞേ. അത് പിന്നെ ശ്രീയേട്ടാ. എന്താ? അല്ല, ഈ കാലിൽ കൂടെയൊക്കെ ഒഴുകാൻ പാകത്തിൽ നിങ്ങൾ എന്താ മനുഷ്യ ഇന്നലെ കഴിച്ചേ? ഒരു നിമിഷം വേണ്ടി വന്നു അവൻ അതിലെ കളിയാക്കൽ ശരിക്കും മനസ്സിലാവാൻ. ഡാ. ഞാൻ ഓടി. അവൻ ചിരിച്ചും കൊണ്ട് പാഞ്ഞു. ഇനി ദേവ അതാണോ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക? ആവില്ല. അവൻ ചുമ്മാ. പക്ഷെ അകത്തേക്ക് കയറിയപ്പോൾ ഇതേ ചോദ്യങ്ങൾ തന്നെ സന്തോഷും സതീഷും കൂടി ചോദിച്ചപ്പോഴാണ് അവന് കാര്യം കത്തിയത്. ദേവാ. ദേവാ. എന്താ ശ്രീകുട്ടാ, എന്തിനിങ്ങനെ ഒച്ചയെടുക്കുന്നേ? കുഞ്ഞുറങ്ങുന്നത് കണ്ടില്ലേ നീ? സോറി അമ്മ, ഞാൻ ശ്രദ്ധിച്ചില്ല. അവൻ ഉറങ്ങുന്ന കുഞ്ഞിന്റെ നെറ്റിയിലൊന്ന് ഉമ്മ വെച്ചു.
കൈവെള്ള പിടിച്ച് അതിലും ചുംബിച്ചു. സോറിയുടെ കണ്ണ, അച്ഛൻ ഇനി ഒരിക്കലും മോളെ ഒറ്റയ്ക്കാക്കില്ല. മനസ്സാൽ അവൻ ആ കുഞ്ഞിക്കാലിൽ പിടിച്ചു മാപ്പ് പറയായിരുന്നു. ശ്രീ, നിന്റെ തലവേദന മാറിയോ? അച്ഛൻ നീ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞോണ്ടാ ഞാനും മോളും നിന്നെ ശല്യം ചെയ്യാതിരുന്നത്. അമ്മയൊന്നും അറിഞ്ഞില്ലെന്നുള്ള ആശ്വാസം ആ മൂളലിൽ നന്നായി തെളിഞ്ഞു. കൂടുതൽ നേരം അവിടെ നിൽക്കാതെ അവൻ മിത്തുവിനെ അന്വേഷിച്ചു എന്നതും അവള് മുറിക്കുള്ളിലേക്ക് കേറിപ്പോകുന്ന കണ്ടു. അവനും പിന്നാലെ ചെന്നു. മുറിയുടെ വാതിലടയുന്ന ശബ്ദം കേട്ടാണ് മിത്തു തിരിഞ്ഞു നോക്കിയത്. അവനെ കണ്ടതും മുഖം ദേഷ്യം കൊണ്ട് കടുത്തു. ദേവാ, സാർ കൂടുതലൊന്നും പറയണ്ട. അവളോട് ദേഷ്യം കാണിക്കാൻ വന്നവൻ ഒരു നിമിഷം അവളുടെ കണ്ണിലെ കനലിൽ ഞെട്ടി നിന്നു. ദേവാ, എന്നോട് സാറിന് ഉത്തരവാദിത്വമൊന്നും ഇല്ലായിരിക്കും, സമ്മതിച്ചു. പക്ഷെ കുഞ്ഞാറ്റ, അവള് സ്വന്തം മോളല്ലേ? അതിനോടെങ്കിലും ഒരല്പം സ്നേഹമുണ്ടോ? ഉണ്ടായെങ്കിൽ ഇങ്ങനെയൊക്കെ കളഞ്ഞിട്ട് പോകുമായിരുന്നോ? ഇല്ല, പോകില്ല. നിങ്ങൾക്കറിയാമോ ഇന്നലെ എന്റെ കുഞ്ഞ് എന്തുമാത്രം കരഞ്ഞെന്ന്? അറിയാമോന്ന്? അവന്റെ കോളറിൽ പിടിച്ചു കുലുക്കി അവൾ അവന്റെ നേരെ ആക്രോശിച്ചു. മിത്തുവിന്റെ ഇന്ന് വരെ കാണാത്ത ഭാവത്തിൽ അവൻ തണുത്തുറഞ്ഞു. ദേവാ, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ദുഷ്ടനാ നിങ്ങൾ, വെറും ദുഷ്ടൻ. ഇന്നലെ ഒരു രാത്രി അവൾ അനുഭവിച്ച വേദന മുഴുവനും ഓരോരോ വാക്കുകളായി അവളിൽ നിന്നും പുറത്തിയാടി. ദേവാ, പറ്റിപ്പോയടോ. ഇനി ഇങ്ങനൊന്നും. കൈകൂപ്പി തന്റെ മുന്നിൽ നിൽക്കുന്നവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയതല്ലാതെ ഒരു വാക്കുപോലും അവൾ മിണ്ടിയില്ല. അന്ന് പലപ്പോഴായി അവൻ അവളോട് മാപ്പ് പറയാൻ ശ്രമിച്ചെങ്കിലും മിത്തു ഒരിക്കൽ പോലും അവനെ കേൾക്കാൻ തയ്യാറായില്ല. അതിന് പകരം കുഞ്ഞിക്കൊപ്പം അവൾ കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. തുടർന്നുള്ള 3-4 ദിവസവും ഇതുതന്നെയായിരുന്നു അവസ്ഥ. സതിയോ നീലനോ ആരും തന്നെ ശ്രീക്ക് വേണ്ടി അവളോട് സംസാരിച്ചില്ല. ശ്രീയും പിന്നീട് അവളെ ശല്യം ചെയ്യാൻ പോയിട്ടില്ല. അത്യാവശ്യം എന്തേലും വന്നാൽ പരസ്പരം സംസാരിക്കുന്ന ഒഴിച്ചാൽ മൗനം അവർക്കിടയിൽ കൂടിക്കൂടി വന്നു. എന്നാൽ വീട്ടിൽ ഇതൊന്നും അറിയാതിരിക്കാൻ രണ്ടുപേരും കാര്യമായി ശ്രമിച്ചതിന്റെ ഫലമാവാം ഇതുവരെ സന്തോഷിനോ ദേവൂട്ടനോ ഒന്നും ഇവർക്കിടയിലെ ശീതയുദ്ധം മനസ്സിലായിട്ടില്ല. അങ്ങനെ നിവിയുടെ അനിയത്തിന് നിശ്ചയായി. പോകാതിരിക്കാൻ സാധിക്കില്ല, അത്രേ സ്നേഹമുള്ള മനുഷ്യരാണ്. മിത്തുവിനോട് ശ്രീക്കൊപ്പം രാവിലെ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞേൽപ്പിച്ചാണ് സതി പോയത്. ദേവൂട്ടന്റെ സ്റ്റഡി ലീവ് ആയതുകൊണ്ട് വീട്ടിൽ സന്തോഷിന്റെ കാര്യത്തിലും ടെൻഷൻ ഇല്ലായിരുന്നു. അവര് തലേന്ന് പോയതുകൊണ്ട് ശ്രീയും മുത്തുവും കുഞ്ഞാറ്റയും കൂടി ഇന്നായിരുന്നു യാത്ര. 1-2 മണിക്കൂർ യാത്രയുള്ളതുകൊണ്ട് രാവിലെ മിത്തു എഴുന്നേറ്റത് മോളുമായി അംഗത്തിലാണ്. അച്ഛന്റെ മോള, ഇങ്ങനെയുണ്ടോ വാശി? പിടിക്കുന്ന മുയലിന് 331 കൊമ്പ. അതും കേട്ടോണ്ടാണ് ശ്രീ മുറിയിലേക്ക് വരുന്നത്. അവൻ മിത്തുവിനെ ഒന്ന് നോക്കി കുഞ്ഞാറ്റയുടെ അടുത്ത് ചെന്നിരുന്നു. എന്താടാ കുഞ്ഞാവേ, അച്ഛയുടെ മോളെന്തിനാ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നേ? അവളുടെ കുഞ്ഞിക്കുമ്പയിൽ മൂക്കുട്ടുരസിയാണ് ചോദ്യം. എനിക്ക് ചോപ്പ് മതി അച്ഛേ, കോയി സമ്മതിക്കുന്നില്ല, വക്ക് പറയുക. വല്ലാത്ത സങ്കടമൊക്കെ മുഖത്ത് വരുത്തി മിത്തുവിനെ കണ്ണിറുക്കി നോക്കിയാണ് ആ പറച്ചിൽ. അവളുടെ കോഴിവിളി കേട്ടതും അവന്റെ ചിരി പൊട്ടി. അതോടെ കേട്ടതും മിത്തുവിന് ദേഷ്യം കൂടി. ദേഷ്യം കളയിടൂ, അവള് പയ്യെ പയ്യെ മറന്നോളും. ഊവ, ഇങ്ങനാണേൽ കുറെ മറക്കും. ഇപ്പൊ തന്നെ നോക്കിയേ, ഈ ചുവപ്പൊടുപ്പ് കൊള്ളില്ല, നേരത്തെ ഇട്ടിട്ടുള്ളതാ. നോക്കിയേ, ഞാൻ ഈ മഞ്ഞ ഉടുപ്പ് എടുത്ത് വെച്ചത് അവക്കിടാൻ. പക്ഷെ പറഞ്ഞ കേക്കണ്ടേ? പരാതി പറയും പോലെ നിൽക്കുന്ന മിത്തുവിനെ ശ്രീയൊന്ന് നോക്കി. മിച്ചം മഞ്ഞ വേണ്ട അച്ഛേ, ചോപ്പ് മതി. ഓ ശരി, അച്ഛന്റെ മോള് ചോപ്പിട്ടാൽ മതി. അച്ഛനും മോളും എന്താന്ന് വെച്ചാ കാണിക്ക്, ഞാൻ പോവാ. കയ്യിലിരുന്ന ഡ്രസ്സ് കട്ടിലേക്ക് എറിഞ്ഞവൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും ശ്രീ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. പെട്ടെന്നുള്ള പിടിയായതുകൊണ്ട് തന്നെ വേച്ചവൾ കട്ടിലേക്ക് ഇരുന്നു പോയി. അത് കണ്ടതും കുഞ്ഞ് കൈകെട്ടി ചിരിക്കാൻ തുടങ്ങി. ഇനി ഇതിനും കൂടി ദേഷ്യം പിടിക്കല്ലേ ദേവാ, അറിയാതെ പറ്റിപ്പോയതാ, സോറി. മിത്തു അവന്റെ മുഖത്ത് നോക്കി എഴുന്നേറ്റു. ദേവ, ഒരു സെക്കൻഡ്. അവൻ മോളയും എടുത്ത് അവൾക്കരികിലേക്ക് ചെന്നു. ഇത് ഞാൻ ഇന്നലെ വരും വഴി നിങ്ങൾക്കായി വാങ്ങിയതാ, മോൾക്കും നിനക്കും. രാത്രി വന്നപ്പോ താമസിച്ചതുകൊണ്ട് തരാൻ കഴിഞ്ഞില്ല. അവളുടെ മുഖത്ത് നോക്കാതെയാണ് കയ്യിലിരുന്ന കവറുകൾ നീട്ടിയത്. കുഞ്ഞാറ്റിക്കുള്ളത് നീട്ടി ദൃഷ്ടി ഒളിപ്പിച്ചവനിൽ നിന്നും മിത്തു അത് കയ്യിൽ വാങ്ങി. കവർ തുറന്നപ്പോ ഫ്രോക്കാണ്, നല്ല വെള്ള കളർ, നടുക്ക് ചുവന്ന ഒരു പൂവും. മൊത്തം ചുവപ്പല്ലെന്ന് കണ്ടതും മിത്തു ഫ്രോക്കിലേക്കും ചുണ്ട് പിളർത്തി നിൽക്കുന്ന കുഞ്ഞിലേക്കും നോക്കി. ശേഷം ശ്രീയിലേക്കും. താൻ അത് കാര്യമാക്കണ്ട, ഞാൻ ഇവളെ ഒരുക്കിക്കോളാം, നീ റെഡിയായിക്കോ. അവൻ മുറിയിൽ നിന്നും ഇറങ്ങിയതും അവൾ പെട്ടെന്ന് ഡോർ അടച്ച് അതിലേക്ക് ചാരി നിന്നു. ഇത്രയും ദിവസം ഒരു തരം ഒളിച്ചുകളി തന്നെയായിരുന്നു. അന്ന് രാത്രിയിലെ അഹങ്കാരത്തിന് പിണങ്ങിയിരുന്നെങ്കിലും പിന്നീട് മോളുടെ എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നോക്കി അവളെ കരയിക്കാതെ രാത്രി മുഴുവനും എടുത്തു നടന്ന്
നെഞ്ചിലൊതുക്കി കിടത്തി കസേരയിലൊക്കെ ഇരുന്നുറങ്ങുന്ന ആ അച്ഛനവൾക്ക് ഒരു വിസ്മയമാവുകയായിരുന്നു. അത് കണ്ടുകണ്ടാണെന്ന് തോന്നുന്നു ആളോട് ഉള്ളിലുള്ള ദേഷ്യമൊക്കെ മാറിക്കഴിഞ്ഞു. പിന്നെ പലതും. കൊച്ചച്ഛൻ 2 ദിവസം കഴിഞ്ഞു പോയിരുന്നു. ആ ഒരു ശൂന്യത മറയ്ക്കാനായി അച്ഛനോടും ദേവൂട്ടനോടും ഒക്കെ കളി പറഞ്ഞു ചിരിക്കുന്ന മുന്നിൽ കാണുന്ന മനുഷ്യനെ തനിക്കൊട്ടും പരിചയമില്ലായിരുന്നു. താൻ ഒരിക്കൽ അറിഞ്ഞതും കണ്ടതുമായ മനുഷ്യന്റെ രൂപം മാത്രമുള്ള ഒരാൾ എന്നതൊഴിച്ചാൽ പഴയ അഹങ്കാരമോ ദേഷ്യമോ ഈഗോയോ ഒന്നുമില്ലാത്ത ഏതോ ഒരു പുതിയ വ്യക്തി. നോക്കിക്കണ്ടാൽ ആർക്കും ഇഷ്ടം തോന്നുന്ന വ്യക്തിത്വം. എല്ലാവർക്കും ഇപ്പോൾ ആളെ ഒരുപാട് ഇഷ്ടമാണ്. എന്തോ തന്നെക്കൊണ്ട് മാത്രം പറ്റുന്നില്ല. ഒരിക്കൽ മുറിവേറ്റതുകൊണ്ടാകും. നോട്ടങ്ങൾ പോലും രക്തം പൊടിയിക്കുന്നു. മിത്തു നെഞ്ചിലൊന്ന് കൈവച്ചു. ഇപ്പോഴും വല്ലാതെയാണ് മിടിപ്പ്. പുറത്ത് അച്ഛന്റെയും മകളുടെയും ബഹളമാണ് അവളെ ഉണർത്തിയത്. പെട്ടെന്ന് അവൾ ചിന്തകളെ മാറ്റി നിർത്തി മുന്നിലിരുന്ന കവറിലേക്ക് നോക്കി. ചുവപ്പിൽ പച്ച ബോർഡറുള്ള ഒരു സാരി. അച്ഛനും മോൾക്കും ചുവപ്പിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. അവൻ ഇട്ടിരുന്ന ചുവന്ന ഷർട്ട് മനസ്സിലൊക്കെ. ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. മുഖമൊന്ന് വിടർന്നു. അതൊടുത്ത് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് വാതിലിൽ കൊട്ട് കേട്ടത്. മോളാണ്. അതാ ഈ നിർത്താതെയുള്ള അടി. അവൾ ഓടിപ്പോയി വാതിൽ തുറന്നു. ഇതാരേ ഈ ചുന്ദരി? അമ്മയുടെ പൊന്ന് സൂപ്പറായല്ലോ. വെള്ള ഫ്രോക്കും തലയിൽ ചുവന്ന ക്യാപ്പും ഒക്കെ വെച്ച് കുഞ്ഞൊരു മാലാക. മിത്തു അവളെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. മോളോട് ഇപ്പൊ കട്ടിലിരിക്കെ. അമ്മ വേഗം ഈ മുടി കൂടി കെട്ടിയിട്ട് വരാട്ടോ. കവളിൽ ഒരിക്കൽ കൂടി ഉമ്മ വെച്ച് അവള് വേഗം പോയി മുടി കെട്ടി. ഇടയിലൂടെ മുടിയിഴകൾ പിന്നിട്ട് ക്ലിപ്പിടാൻ ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോഴാണ് മുന്നിലെ കണ്ണാടിയിലൂടെ തന്നിൽ മാത്രം മിഴികൾ അർപ്പിച്ച് നിൽക്കുന്നവനിൽ നോട്ടമുടക്കിയത്. അതുവരെ ഇല്ലാതിരുന്നൊരു പരവേശം ശരീരത്തിൽ പെട്ടെന്ന് പടർന്നു കയറി. സൈഡിൽ നിന്ന് ക്ലിപ്പ് കൈതട്ടി എങ്ങനെയോ താഴെ വീണു. വെപ്രാളം പിടിച്ചു കുഴിഞ്ഞതും നെറ്റി ടേബിളിൽ പോയി ഇടിച്ചു. ആ! വേദനയിൽ നിലവിളിച്ചു പോയി. നീ എന്തായി കാണിക്കുന്ന ദേവാ? പാഞ്ഞടുത്തവൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെറ്റി തടവി കൊടുത്തു. വേദനയുണ്ടോ നിനക്ക്? തന്നെ നെഞ്ചിലേക്ക് അടുപ്പിച്ച് നെറ്റി ഒഴിഞ്ഞുകൊണ്ടാണായിരുന്നു ചോദ്യം. ടേബിളിന്റെ സൈഡിൽ തട്ടിയത് കൊണ്ട് തന്നെ നല്ല വേദനയുണ്ടായിരുന്നു. പക്ഷെ അതിലും വലിയ പരവേശമുണ്ടാക്കിയത് അവന്റെ സാമീപ്യമായിരുന്നു. അടങ്ങി നിൽക്ക് ദേവാ. നന്നായി തിരുപ്പിയില്ലെങ്കിൽ ഇപ്പോ അത് കയറി അങ്ങ് മുഴയ്ക്കും. വേദനയില്ലെന്ന് പറഞ്ഞ് അവനിൽ നിന്ന് അകലാൻ നോക്കുന്നവളെ അതുപോലെ പിടിച്ചു നിർത്തിയവൻ ശാസിച്ചു. കുഴപ്പമില്ല സർ, ഞാൻ. കത്തുന്ന നോട്ടം എത്തിയതും അവള് കുനിഞ്ഞു നിന്നു. അവനിൽ നിന്നും അകലം പാലിക്കാൻ നെഞ്ചിലേക്ക് വെച്ച കൈകളിപ്പോ അവന്റെ താളം തെറ്റിയിടിക്കുന്ന ഹൃദയമിടിപ്പ് വ്യക്തമായി അറിയാൻ സാധിക്കുന്നുണ്ട്. അല്പനേരം കഴിഞ്ഞപ്പോ അത് ശാന്തമായി. അവൻ അവളിൽ നിന്നും അകന്നു. ഓരോന്ന് ശ്രദ്ധിച്ച് ചെയ്യടോ. എന്തിനീ ധൃതി? നമ്മളിപ്പോ ഇമ്മണി ലേറ്റായാലും ഒരുപക്ഷെ ചെന്നില്ലേലും ആ കൊച്ചിന്റെ എൻഗേജ്മെന്റ് സമയത്ത് തന്നെ നടക്കും. അതിന്റെ പേരിൽ നീ ഇങ്ങനെ ഓരോന്ന് ഒപ്പിക്കല്ലേ എന്റെ ദേവാ. ചിരിച്ചുകൊണ്ട് അവളുടെ കവിളൊന്ന് തട്ടി സാരിക്കടിയിലുണ്ടായിരുന്ന താലി അവൻ പുറത്തേക്ക് വലിച്ചിട്ടു. ആ ഉരസലിൽ അവൾ ഒന്ന് പിടഞ്ഞു. ഇതിങ്ങനെ പുറത്തു കിടക്കട്ടെ, അതാ ഭംഗി. അവനൊന്ന് കണ്ണു ചിമ്മി മേശക്കരികിലേക്ക് പോയി. ആ നേരമാണ് മിത്തുവിന്റെ ഫോൺ റിങ് ചെയ്തത്. അവളുടെ ഒരു ഹലോ കേട്ടതല്ലാതെ പിന്നീട് ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പോഴാണ് ശ്രീ തിരിഞ്ഞു നോക്കുന്നത്. കയ്യിൽ ഫോണും പിടിച്ച് കണ്ണു നിറച്ച് നിൽക്കുന്നവളെ കാണെ ശ്രീ മോളെ കട്ടിലിനടുത്തേക്ക് നീക്കിയിരുത്തി ഓടി അവൾക്കരികിലേക്ക് എത്തി. ദേവാ, ദേവാ. ആ, എന്താടാ? ആരായിരുന്നു ഫോണിൽ? അവൻ അവളുടെ തോളിൽ തട്ടി വിളിച്ചു. അപ്പുവേട്ടൻ ഇന്ന് പോകുവാണെന്ന്. അതിന് അവന്റെ കണ്ണൊന്ന് ചുഴിഞ്ഞു. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ശ്രീ ഒരു ദീർഘനിശ്വാസം എടുത്തു. നിനക്കവനെ കാണണമെന്നുണ്ടോ ദേവാ? അവളൊന്നും മിണ്ടിയില്ല. പറയടോ, നിനക്കവനെ കാണണോ? എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു ശ്രീയേട്ടാ. അവളുടെ ശ്രീയേട്ട എന്നുള്ള വിളിയിൽ അവൻ ഞെട്ടി. ഈ സമയത്തല്ലാതെ വേറെ ഏത് സമയത്തായിരുന്നെങ്കിലും ആ വിളിയിൽ അവൻ സന്തോഷിച്ചെന്നെ. പക്ഷെ ഇപ്പോ ആള് മറ്റേതോ ലോകത്താണ്. പ്രതീക്ഷിക്കാതെ തുറന്നു കൊടുക്കേണ്ടി വന്ന ഭൂതകാലത്തിന്റെ വാതിലിൽ പകച്ചു നിൽക്കുകയാണ്. ദേവാ, ശ്രീ അവളെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു. നമുക്ക് പോയവനെ കാണാം. പറയാനുള്ളത് എന്താണെങ്കിലും കേൾക്കാം. പിന്നീടൊരിക്കൽ അവനെ കേട്ടില്ലെന്നുള്ള സങ്കടം നിനക്കും, നിന്നെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം അവനും വേണ്ട. ആ അപ്പൊ നിശ്ചയം? അതൊക്കെ ഞാൻ നോക്കിക്കോളാമെടോ. പുഞ്ചിരിച്ച മുഖവുമായി തനിക്കരിൽ നിന്നും പോകുന്നവനെ നോക്കി മിത്തു തളർച്ചയോടെ നോക്കി നിന്നു. അപ്പോ നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. നന്ദി.